താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ആരെ കണ്ടിട്ടാണ് നീ നെകളിക്കുന്നത്? നിന്റെ നസ്രാണി മുതലായി കണ്ടിട്ടോ, അതോ ഇന്നലെ നിന്നെ കാണാമെന്ന മനക്കിലെ മൊണ്ണയെ കണ്ടിട്ടോ? ചോദിച്ചവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചവൻ വേദന കൊണ്ട് ഇഷാനിയുടെ മുഖം ചുളിഞ്ഞു. ആ സ്റ്റോപ്പിലിരുന്ന എല്ലാവരും അന്തം വിട്ട് നിന്നു. എന്നാൽ ആരും അവനെ തടയാൻ പോലും മുന്നോട്ട് വന്നില്ല. എനിക്ക് വേദനിക്കുന്നു, വീട്ടു പത്രേട്ടാ. അവന്റെ കൈ വിടുവിക്കാൻ നോക്കി അവളും തിരിഞ്ഞു. അടുത്ത നിമിഷം തന്റെ മുടിയിൽ പിടുത്തമിട്ടിരുന്ന അവന്റെ കൈ അഴയുന്നു. ഒപ്പം അമ്മയെന്നൊരു വിളിയും കേട്ട് ഇഷാനി തിരിഞ്ഞു നോക്കി. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. സാരി പൊക്കികളിൽ കുത്തി വലത് കൈ ചുരുട്ടി പിടിച്ച് നിൽക്കുന്നു ഗൗരി. അവൾക്ക് മുമ്പിൽ നിൽക്കുന്നവൻ അടിവയറിൽ ഇരുകൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് കഴുത്തിലെ ഞരമ്പുകളെല്ലാം വീർപ്പിച്ച് പിടിച്ച് ഒരു പ്രത്യേക ഭാഗത്തിൽ കുനിഞ്ഞു നിന്നു. നീ എന്താ കരുതിയത്? നാട്ടിലോട്ടിൽ വെച്ച് ഒരു പെണ്ണിനെ അപമാനിച്ച ആണത്താണെന്നോ? അവളുടെ ചോദ്യം അവളുടെ മാകം മുഴങ്ങി കേട്ടു. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, പ്രതികരിക്കാൻ അറിയാത്തവളാണ് പെണ്ണെന്ന്. എന്നാ ആ വിചാരം മാറ്റിവെച്ചേക്ക്. കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്ന പത്ര. പെണ്ണിനെ തൊട്ടാ പൊള്ളും. അവളുടെ കണ്ണുകളിൽ നിന്നും അഗ്നി പാറുന്ന പോലെ തോന്നി ഇഷാനിക്ക്. എടീ നിന്നെ! ഭദ്രം നേരെ നിന്നുകൊണ്ട് അലറി. എന്നെ ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ. ധൈര്യം ഉണ്ടെങ്കിൽ വാ. പിന്നെ നിങ്ങൾ മുള്ളണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്താ നോക്കുന്നോ? പോരുകോഴിയെ പോലെ വെല്ലുവിളിച്ച് ഗൗരി. അവരുടെ ആ പോരാട്ടം കണ്ട് ആളുകൂടി. ബസിന്റെ ഹോൺ കേട്ടപ്പോൾ പോകാനുള്ളവർ ഇറങ്ങി നിന്നു. എടീ നീ ജയിച്ചെന്ന് കരുതണ്ട, ഭദ്രനെ തോൽപ്പിക്കാൻ മാത്രം ആയിട്ടില്ല നീ. ചൂണ്ടുവിരലാട്ടിക്കൊണ്ടോ പറഞ്ഞപ്പോൾ പരിഹാസത്തോടെ ചുണ്ടുകൂട്ടിയവൾ. ബസ് വന്നിരുന്നപ്പോൾ ഗൗരിയും കയറി. ഇഷാനി ഇരുന്ന അതേ സീറ്റിൽ അവളുടെ അരികിലായിരുന്നു ഗൗരിയും. താങ്ക്സ്, അയാളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചേന്. ഗൗരിയെ നോക്കി പറഞ്ഞു ഇഷാനി. അക്രമയോടെ കണ്ടാലും പ്രതികരിച്ചു പോകും, അതിന്റെ ഒരു വീക്ക്നെസ്സാ. കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയാ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി. നിങ്ങൾ ശരിക്കും പിരിഞ്ഞു അല്ലേ? ഇഷാനി സാധാരണത്തോടെ ചോദിച്ചു. ഇന്നുവരെ ഞാനെടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ലായിരുന്നു. അയാളുടെ ആ തകർന്ന അവസ്ഥ കണ്ടപ്പോൾ ചെറിയൊരു അനുകമ്പ തോന്നിപ്പോയി. അതെന്റെ ജീവിതം തുലച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു സങ്കടം എനിക്ക് ഭഗവാൻ തരുമ്പോൾ മറ്റൊരു സന്തോഷം കൂടി തരാറുണ്ട്. ഒരു തരത്തിൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നന്നായി. കേരള പോലീസിൽ എങ്ങനെ നിയമിച്ചുകൊണ്ടുള്ള ലെറ്റർ വന്നിട്ടുണ്ട്, അത് ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി പോവുക. അന്നങ്ങനെ ഒരു എടുത്തിയാട്ടം ഉണ്ടായെങ്കിലും വീട്ടുകാരും ഒപ്പം നിന്നു. ഞാനിപ്പോൾ പോകുന്ന എൻ്റെ വീട്ടിലേക്കാണ്. സന്തോഷത്തോടെ ഗൗരി അത് പറഞ്ഞപ്പോൾ ഇഷാനിക്ക് അത്ഭുതമായിരുന്നു. എന്തായാലും നന്നായി. ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കൺഗ്രാചുലേഷൻസ്. ഗൗരിക്ക് നേരെ തന്റെ വലത് കൈ നിവർത്തി പിടിച്ചുകൊണ്ട് ഇഷാനി പുതിയൊരു സൗഹൃദം തുടങ്ങിയായിരുന്നു ആ നിമിഷം മുതൽ. ബസ് സ്റ്റാൻഡിലെത്തുന്നവരെ സംസാരിച്ച് അവരിരുവരും. ഭദ്രന്റെ വാക്കിൽ വിശ്വസിച്ചു പോയ താനൊരു വണ്ടിയാണെന്ന് മനസ്സിലാക്കി ഗൗരി. ഇനിയും കാണാം നമുക്ക്. സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഗൗരി. എനിക്കിപ്പോൾ ധൈര്യമായി, എന്നെ സഹായിക്കാൻ ഒരു പോലീസ് ഉണ്ടല്ലോ. ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ ആള് നോയി ചിരിച്ചു ഗൗരി. മനസ്സ് നിറയെ സന്തോഷത്തോടെയാണ് ഇഷാനി ഓഫീസിലേക്ക് ചെന്ന്. ആളുടെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കണ്ട് ശീതളിൽ നിൻസി ചേച്ചിയും കാരണം തിരക്കി. പഞ്ചായത്തിന് ശേഷം കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞവൾ. തന്റെ വിവാഹം ഏതാണ് തീരുമാനമായി എന്നതുൾപ്പെടെ വിവരങ്ങൾ അറിയില്ലെന്നറിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി. സേവിയുടെ ജീപ്പ് വന്നിരുന്നപ്പോൾ സംസാരം മതിയാക്കിയ എല്ലാവരും അവരവരുടെ ക്യാബിനിൽ പോയി. സേവി നേരെ തന്റെ റൂമിൽ പോയി. ഇഷാനി നേരിട്ട് തന്നോട് പറയുമോ എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു അവനിൽ. ഇഷാനി അത് തന്നെയാണ് ആലോചിച്ചത്, സാറിനോട് പറയണോ വേണ്ടയോ എന്ന്. അവസാനം രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ സേവിയുടെ റൂമിലേക്ക് നടന്നു. ഇഷാനി അകത്തേക്ക് അനുവാദം ചോദിച്ചു. ചെറുചിരിയോടെ സേവി അവൾ വരുന്നത് നോക്കിയിരുന്നു. താനൊന്നും അറിഞ്ഞ ഭാവം നടിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്. സർ, ഒരു പേഴ്സണൽ കാര്യം പറയാനുണ്ടായിരുന്നു. സാറിന് തിരക്കില്ലെങ്കിൽ താനിരിക്കെ. എന്ത് തിരക്കാണെങ്കിലും തനിക്ക് പറയാനുള്ള കേട്ടിട്ടേ ഉള്ളൂ ബാക്കി. മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞവൻ. ഇഷാനി കസേര വലിച്ചിട്ട് അവൻ അഭിമുഖമായിരുന്നു. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവൾ വിരലുകൾ അഴിച്ചും പിണച്ചും ഇരുന്നു. അവളുടെ ടെൻഷൻ അറിയാൻ കഴിഞ്ഞവന് അവളുടെ ആ ഇരിപ്പും ഭാവനയിൽ കുസൃതി തോന്നിപ്പിച്ചു. പറയടോ, എന്താ കാര്യം? അവന്റെ ഉത്സാഹം വർദ്ധിച്ചു. അത് പിന്നെ എന്റെ വിവാഹ ഏകദേശം ഉറപ്പിച്ചു. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞവൾ. ആ, ഇതാണോ താൻ ഇത്ര ബിൽഡപ്പ് ആക്കി പറഞ്ഞത്? ഞാൻ വേറെന്തൊക്കെയാണെന്ന് കരുതി. അത് പൊളിച്ചു. അല്ല, ചെറുക്കിനെന്ത് ചെയ്യുന്നു? കാണാനൊക്കെ എങ്ങനെ? എന്നെ പോലെ സുന്ദരനാണോ? എന്താ ചെയ്യുന്നു? ജോലിയുണ്ടോ അതോ വിദേശത്തോ? ജുബയുടെ കോളൊന്ന് പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ആദ്യം വാർത്തറിയുന്ന ലാഘവത്തിൽ ചോദിച്ചവൻ. അഭിനയ സിംഗമേ നമിച്ചു, മനസ്സിൽ പറഞ്ഞവൾ. എല്ലാം വിശദമായി തന്നെ പറഞ്ഞവൾ. ഭദ്രന്റെയും ഗൗരിയുടെയും കാര്യം ഉൾപ്പെടെ. ഈ സമയം ജോസൂട്ടി അകത്തേക്ക് കയറി വന്നു. താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ തന്റെ ക്യാബിൽ നോക്കിയിട്ട് വരാം. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ. ആൾക്ക് നേരെ വലത് കൈ നീട്ടി പിടിച്ച് ഇളിച്ചുകൊണ്ട് നിന്നപ്പോൾ സേവിക്ക് അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറന്തള്ളാനാണ് തോന്നിയത്. നശിപ്പിച്ചു എന്ന് പിറുവിറുത്തോണ്ട് അവൻ പല്ല് കൂട്ടിക്കടിച്ചു. ഇഷാനിക്ക് പെട്ടെന്ന് ചിരി വന്നു. ജോസൂട്ടി നീട്ടിയ കയ്യിൽ തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച് അവൾ ചിരിച്ചു. ഒപ്പം സേവിയെ നോക്കിയൊന്ന് പറഞ്ഞു. അതെ, സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ റോൾ കിട്ടിയ മിസ്സാക്കരുത് കേട്ടോ. ഓസ്കാർ അവാർഡ് കാഞ്ഞിരത്തിങ്ങൽ തറവാടിലെ ഷോ കേസിലിരിക്കും. അവൾ പറഞ്ഞു കേട്ട് കാര്യം മനസ്സിലാവാതെ ജോസൂട്ടി സേവിയെ നോക്കി. എന്നാൽ അവൾ പറഞ്ഞു കേട്ട് പൊട്ടിച്ചിരിച്ചവൻ. ജോസൂട്ടി പോലും കണ്ടിട്ടില്ല ഈ കാലത്തിനിടയ്ക്ക് സേവി അങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. അതേ ഇഷാനി തന്റെ അനിയത്തി ശ്രീകുട്ടിയോടെല്ലാം പറഞ്ഞിരുന്നു.
ഞാൻ കാരണം താൻ ആ കാന്തയുടെ നെഞ്ചത്ത് കയറേണ്ടെന്ന് കരുതിയാ ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ ഇരുന്ന്. പിന്നെ കാര്യങ്ങൾ തന്നെ നാവുകൊണ്ട് പറയുന്ന കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. അവൻ പറയുന്ന കേട്ടപ്പോൾ തനിക്ക് അമളി പറ്റിയെന്ന് മനസ്സിലായി ജോസൂട്ടിക്ക്. ആളോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ന് തനിക്ക് പൊങ്കാലിയായിരിക്കുമെന്ന് മനസ്സിലായിരുന്നു അവന്. താനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇപ്പൊ ശത്രുപക്ഷത്തെ ആളുകൾ പോലും തന്റെ കൂടെ ഉണ്ടല്ലോ. ഗൗരിനെ അവന്റെ തകർച്ച കാണാൻ മാത്രമേ ആഗ്രഹിക്കൂ. ഗൗരി പോലീസായതോടെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പോലീസിലൊരു പിടിയും തനിക്കായി. കാര്യങ്ങൾ തനിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ടോ. പിന്നെ അമ്മയോട് സ്ഥലം തിരക്കിയിട്ട് വിൽക്കണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ അങ്കിളായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ ചെല്ല്. എന്തായാലും കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. പായസം പാലന്നെ ആയിക്കോട്ടെ. എത്ര നാളായി മനസ്സറിഞ്ഞൊരു കല്യാണം കൂടിയിട്ടെന്നറിയോ? ജോസൂട്ടി സന്തോഷത്തോടെ പറഞ്ഞു. നീ ഒന്ന് അടങ്ങി നിൽക്കാദ്യം. അവന്റെ ഒരു പായസം. 3 പേരും കൂടി എന്തായിരിക്കാത്ത സംസാരം എന്നറിയാതെ ജോബിനെ എത്തി നോക്കിക്കൊണ്ടിരുന്ന വാതിൽക്കിലേക്ക്. എന്നാലും എന്തായിരിക്കും ലിൻസി ചേച്ചി അവിടെ ഇത്രമാത്രം സംസാരിക്കാൻ? ജോബിൻ തന്നെ അടുത്ത സീറ്റിൽ നിന്ന് ജോലി നിന്ന് ലിൻസി ചേച്ചിയോടായി ചോദിച്ചു. നീ നിന്നെ ജോലി ചെയ്യാൻ നോക്കി ജോബിനെ. താല്പര്യമില്ലാത്ത മട്ടിൽ ലിൻസി ചേച്ചി പറഞ്ഞപ്പോൾ അവൻ തന്റെ മുന്നിലെടുത്ത് വെച്ച ഫയൽ നോക്കാൻ തുടങ്ങി. കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് ഇഷാനി സേവിയുടെ ക്യാബിൽ നിന്ന് ഇറങ്ങിയത്. ചിരിച്ച മുഖത്തോടെ അവൾ തന്റെ ക്യാബിലേക്ക് പോയി. കാര്യം അറിയാതെ ഇരിക്കപ്പൊരുതില്ലായിരുന്നു ജോബിന്. മൂർത്തി സാർ വന്നപ്പോൾ സേവി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയി. വിവരങ്ങൾ അവൻ പറഞ്ഞറിഞ്ഞപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി അയാൾ. അമ്മച്ചി അവന് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയാണ് ഇഷാനി എന്നറിയാതെ അവളുടെ കല്യാണം ഗംഭീരമായി നടത്താൻ ആലോചിക്കുന്ന അവനെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സഹതാപം തോന്നി. അങ്കിൾ, ആ പ്രോപ്പർട്ടി നോക്ക് വാങ്ങാം. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ള പണം നമ്മുടെ ചാരിറ്റി ഫണ്ടിൽ നൽകാം. വർഷത്തിൽ 10 പെൺകുട്ടികളെ വിവാഹം നടത്തുന്നതല്ലേ നമ്മൾ. ഇത്തവണ ഇഷാനിയുടെ കൂടെ നടക്കട്ടെ. എന്തായാലും കർത്താവ് നമ്മെ മുടിപ്പിച്ചിട്ടില്ല ഇതുവരെ. എല്ലാം നല്ല രീതിയിൽ നടക്കും. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ ഇപ്പൊ ചെല്ല്. എനിക്ക് ആ ലോഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാനുണ്ട്. അവൻ ഒഴിവാക്കാൻ തിടുക്കമായി അയാൾക്ക്. എന്നവൻ അങ്കിളുടെ ജോലി എടുക്കട്ടെ. ഞാൻ പ്ലാന്റേഷൻ വരെ ഒന്ന് പോയിച്ചു വരാം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൻ. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ വേഗം ഫോണെടുത്ത് മേരിയമ്മയെ വിളിച്ചു അയാൾ. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മറുവശത്തൊന്നും മറുപടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയുന്ന കേട്ടില്ലേ? കോള് കട്ടായി പോയെന്ന സംശയത്തിൽ മൂർത്തി ഫോണിൽ നിന്ന് എടുത്തു നോക്കി. ഇല്ലേടോ, എനിക്ക് കേൾക്കാം. നമ്മുടെ കണക്കൂട്ടിലൊക്കെ പിഴച്ചു പോയാണല്ലോ മൂർത്തി. ഇഷാനിയുടെ വിവാഹം നടത്താൻ മുന്നിട്ട് നടക്കുന്നതുകൊണ്ട് അവൻ എന്തും നേരിടും. ഇനി കർത്താവ് തമ്പുരാൻ വിചാരിക്കാതൊന്നും നടക്കില്ല. ഇഷാനി അവനെ കൊണ്ട് കെട്ടിക്കുക എന്ന് എൻ്റെ മാത്രം ലക്ഷ്യമായിരുന്നല്ലോ. ഏറെ സെലീനയിൽ നിന്ന് അവൻ അകറ്റാൻ വേണ്ടിയായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി മരിച്ച അവളുടെ അച്ഛനുള്ള കടപ്പാട്. എന്തായാലും നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്ന്. എന്തെങ്കിലും വഴിയോർന്ന് കിട്ടാതിരിക്കില്ല. എൻ്റെ മോൻ്റെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല മൂർത്തി. എനിക്ക് മറന്നീക്ക് പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു. എന്തൊക്കെയോ ആലോചനയോടെ പറഞ്ഞു മേരിയമ്മ. ഏയ്, അതൊന്നും ഇപ്പൊ വേണ്ട. എന്തായാലും ഇഷാനിക്ക് നല്ലൊരു ബന്ധാണ് കിട്ടാൻ പോകുന്നത്. അവിടെ നല്ല ഭാവിയായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സേവിക്ക് വേറെ കൊച്ചിനെ കണ്ടുപിടിക്കാം. ഇപ്പൊ കുടിയുണ്ടെന്നല്ലാതെ വേറെ വഴിവിട്ട ബന്ധമൊന്നുമില്ല. ആ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പിന്നെ മറ്റവനൊരു തിരിച്ചടി കിട്ടി കിടക്കുകയാണല്ലോ. ഇനി കിട്ടേണ്ടത് ജോയിക്കുട്ടിക്ക. എന്തായാലും തിരിച്ചു വന്ന അമ്മമാർക്ക് ആകെ വെപ്രാളാവും. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലല്ലോ. സേവി തന്നെ മതിയാവട്ടെ കാര്യം തീരുമാനത്തിലാക്കാൻ. എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഇത്രയും കാലം അവനെ കബളിപ്പിച്ച് നിന്നതിന് അവന്റെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് അറിയാത്തത്. അവൻ ശരിയാണ്. ഇത്രയും കാലം കാണാമറയത്തുന്ന എന്തിനാണെന്ന് അവൻ ഉറപ്പായിട്ടും ചോദിക്കും. അതിന് കാരണമുണ്ടല്ലോ. ഒരു കാര്യം നഷ്ടപ്പെട്ട അവൻ്റെ അമ്മ അവനൊരു ബാധ്യതയാവേണ്ടെന്ന് കരുതി മാറിയെന്നാണെന്ന് നമുക്കവനെ തൽക്കാലം പറഞ്ഞ് മനസ്സിലാക്കാം. മേരിയമ്മ നെടുവീർപ്പോടെ നോക്കി ഒഴിഞ്ഞിടക്കുന്ന തൻ്റെ വലതുകാലിൻ്റെ സ്ഥാനത്തേക്ക്. വെപ്പുകാൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിലും തൻ്റെ കാല് നഷ്ടപ്പെടാൻ കാരണക്കാരായവരെ മകൻ വെറുതെ വില്ലെന്ന് ഉറപ്പായിരുന്നു അവർക്ക്. ആകെ കൂടിയുള്ള ഒരു മകൻ നഷ്ടപ്പെട്ടാലോ എന്ന ഭയം കൊണ്ടാണ് താൻ മറിഞ്ഞത്. അവനൊരു കുടുംബമായി കഴിഞ്ഞാൽ അവൻ ഒതുങ്ങിയെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇതുവരെ കാത്തുനിന്ന്. ഇഷാനി അവനെ നന്നാക്കിയെടുക്കുന്നൊരു തോന്നലുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇല്ലാതായി പോയത്. ഞാൻ വിളിക്കാം. ബാങ്കിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടു. ഇഷാനിയുടെ അമ്മ പറഞ്ഞ പോലെ സ്ഥലം വിൽക്കാട്ടിരിക്കുക. അത് വാങ്ങിച്ച ആവശ്യമുള്ള പണം കൊടുക്കാനാണ് സേവ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ഭദ്രന് കൊടുക്കാനുള്ള പണവും കൊടുത്തതാ. ചന്ദ്രശേഖരനുള്ള കടപ്പാടിന് അതുകൂടി ചെയ്തേക്കല്ലേ? മൂർത്തി ചോദിച്ചപ്പോൾ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല മേരിയമ്മക്ക്. എല്ലാ കാര്യങ്ങളും വേണ്ടെന്നാണെന്ന് വെച്ച് ആലോചിച്ച് ചെയ്തേക്ക്. എൻ്റെ മകൻ്റെ മനസ്സിൽ ആശ്വാസിക്കണം എന്തോ അത് ചെയ്തേക്കണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മേരിയമ്മ. ലഞ്ച് ബ്രേക്കിനാണ് ഇഷാനിയുടെ കല്യാണമായ കാര്യം ജോബിന് അറിയുന്നത്. അവന്റെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഉടലെടുത്തു. അപ്പൊ സേവി ഇഷാനും തമ്മിലൊന്നും ഇല്ലേ? എന്തായാലും വാർത്ത തങ്കച്ചി വിളിച്ച് പറഞ്ഞവൻ. ആ വാർത്ത അറിഞ്ഞപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി അവർക്ക്. സേവി ഇഷാനി കെട്ടുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവർക്ക്. ഇനിയിപ്പോ പേടിക്കാനില്ല. ശരി ജോബി, എന്നാലും നീ അവരുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സഹോദരന്മാർ ആ വാർത്ത വിളിച്ചറിയിച്ചു അവർ. തങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഇഷാനി ഒഴിവായി പോയതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു അവർക്കും. ഒരു തലവേദന ഒഴിഞ്ഞല്ലോ. ജോക്കുട്ടൻ ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങിയിരുന്നു. പിടിക്കാതെ ഇപ്പോൾ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിലും പുറത്തേക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല. സേവിയെ പേടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തതെന്ന് പറയുന്നതായിരിക്കും ശരി. സെലീനയുടെ മരണത്തിന് പിന്നിൽ താനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും തന്നെ തേടി വരുന്ന ഉറപ്പാണ്. ആ ഭയം നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് അവനെ. ഏത് നിമിഷം ആ ഭയം തന്നെ വിഴുങ്ങുമെന്ന് ഉറപ്പായിരുന്നു അവന്. കണ്ണടച്ചാൽ തെളിഞ്ഞു വരുന്ന സെലീനയുടെ മുഖം, ഉറക്കം നഷ്ടപ്പെട്ട ദിനരാത്രങ്ങൾ അവന്റെ ക്ഷീണത്തെ ഒന്നുകൂടി കൂട്ടി.
കുറ്റബോധം കൊണ്ട് ഓരോ നിമിഷവും നീറി കഴിയുകയാണ് അവൻ. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. രാകേഷിന്റെ അമ്മ പണിക്കരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും തന്റെ ഒരു സമാധാനത്തിന് വേണ്ടി രാജിയമ്മയും പോയി. രണ്ടുപേരുടെ ജാതകം നോക്കിക്കാൻ പറഞ്ഞൊക്കെ ശരിയായിരുന്നു. ചില തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇഷാനിയുടെ വിവാഹം നടക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് അദ്ദേഹം ഗണിച്ചപ്പോൾ കണ്ടത്. പണിക്കരുടെ വീട്ടിൽ പോയി നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി അവർ. സ്വന്തവും ബന്ധവും അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്നില്ലല്ലോ. അമ്മ മരിച്ചിട്ട് സദ്യ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നാണ് ആ വീട്ടിൽ നിന്ന്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എങ്കിലും വിവരങ്ങളൊക്കെ എങ്ങനെയൊക്കെ അറിയുന്നുണ്ടായിരുന്നു അവർ. സഹോദരന്റെ ഭാര്യയും മക്കളും ബാധ്യതാവെന്ന് കരുതി തന്നെയാണ് ഒഴിഞ്ഞു മാറി നിന്ന്. രാജി ഗേറ്റ് കടന്നു വരുന്ന കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖം മാറി. ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലേ? പരിഹസിച്ചുകൊണ്ട് ചോദിച്ചവർ. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എത്രയോ വട്ടം വന്നിരിക്കുന്നു ഇവിടെ. ഏട്ടൻ മരിച്ചപ്പോഴല്ലേ വരാതായത്? ചിരിച്ചുകൊണ്ട് രാജി പറഞ്ഞു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. അകത്തേക്ക് ഇരിക്കാം. സിറ്റ് ഔട്ടിലെ ഹാളിലേക്ക് കയറിയവർ. എന്തെങ്കിലും ഒന്നായിട്ട് എല്ലാവരെയും അറിയിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയാ പെണ്ണ് കാണാൻ അവർ വന്നപ്പോൾ അറിയിക്കാതിരുന്നു. ഇപ്പൊ പണിക്കരെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഏട്ടനോടും പോയി പറഞ്ഞിട്ടില്ല. ഇവിടെ ആവട്ടെ ആദ്യം എന്ന് കരുതി. ആവശ്യം തന്നെയാണല്ലോ, അതുകൊണ്ട് പരമാവധി താഴ്മയോടെ പറഞ്ഞവർ. ചെക്കൻ ജോലിക്കാരനാണല്ലേ? ആ, എന്തായാലും നന്നായി. ഒരു കല്യാണം നടത്തണമെങ്കിൽ അത്യാവശ്യം ചെലവുണ്ട്. ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ പറ്റാത്ത അവസ്ഥയില്ല. ചെക്കനാണെങ്കിൽ പോയിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല അവിടെ. അറിയാലോ, ഇവിടെ ഒരുത്തിയുണ്ട്. കെട്ടിച്ചു വിടുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴേ ആദ്യ. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? പഠിപ്പ് കഴിയാൻ ഒരു 2 കൊല്ലം കൂടി ഉണ്ടല്ലോ. പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ച് ചന്ദ്രലേഖ. അവർക്ക് സ്വർണ്ണമൊന്നും വേണ്ട, കുട്ടി ഇറക്കി തന്നാൽ മതി എന്നാ പറയുന്നത്. എന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ? ആകെ കൂടി നുള്ളിപ്പെറുക്കി ഒരു 10-15 പാവം കാണും. അവളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ശ്രീകുട്ടിയെയും നോക്കണ്ടേ? അവൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നു. ഞാൻ വിചാരിക്കുന്ന ഒരു 15 സെന്റ് സ്ഥലം കൊടുക്കാന്നാ, പറമ്പായി കിടക്കുന്നു. ഏർത്തി പറഞ്ഞു കേട്ടപ്പോൾ ചന്ദ്രലേഖ അതിശയത്തോടെ നോക്കി. ഉള്ള സ്ഥലം വിറ്റുപെറുക്കി കൊടുത്തിട്ട് നടത്തണോ ഈ കല്യാണം? അല്ല, അതല്ല പിന്നെ എന്ത് ചെയ്യാനല്ലേ? എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ. വീട് ഏർത്തിയുടെ കാലശേഷം കൊടുത്താൽ മതി, ആർക്കായാലും. അല്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. സമാധാനത്തോടുള്ള വീട്ടിൽ കിടക്കാലോ. സ്ഥലത്തിനൊക്കെ വിലയുണ്ട്. കണ്ടമാനം കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. എന്തായാലും കല്യാണം നടക്കട്ടെ. അമ്മയുടെ ആണ്ട് കഴിഞ്ഞിട്ട് നടത്താന്നാ കരുതുന്നത്. അവർക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ അത്രയും സന്തോഷം എന്നാ പറയുന്നത്. സ്ഥലത്തിന്റെ കാര്യം നോക്കുകയും വേണമല്ലോ. ഈ വരുന്ന ഞായറാഴ്ച അവിടുന്ന് എല്ലാവരും കൂടി കാണാൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരണം. അത് പറയാനാണ് ഞാൻ വന്ന്. അതിനടുത്ത ഞായറാഴ്ച വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി അവിടെ പോവുകയും വേണം. ആരൊക്കെ പോകണ്ടെന്നൊക്കെ തീരുമാനിക്കണം. എനിക്കൊന്നും അറിയില്ല. ലേഖ തന്നെ അതൊക്കെ നടത്തണം. ഏർത്തി തന്നെ പരിഗണിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി അവർക്ക്. പറ്റിയാണെങ്കിൽ നാളെ ഒന്ന് അവിടം വരെ വരണം. ആരൊക്കെയാ പോവേണ്ടെന്നൊക്കെ തീരുമാനിക്കാനോ നമുക്ക്. അതുകൂടി പറഞ്ഞപ്പോൾ സന്തോഷമായി ലേഖക്ക്. ഏട്ടൻ വന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. വൈകുന്നേരം ഇറങ്ങാം. ജ്യോതി കോളേജിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ വരാം. എന്തായാലും കഴിച്ചിട്ട് പോവാം. കഴിക്കാനൊന്നും വേണ്ട, നീ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. രാജി പറഞ്ഞെങ്കിൽ ലേഖ സമ്മതിച്ചില്ല. ഊണ് കഴിപ്പിച്ചേ വിട്ടുള്ളൂ. അവിടുന്ന് ഇറങ്ങുമ്പോൾ രാജിയുടെ മനസ്സും തണുത്തിരുന്നു. ലേഖക്ക് പഴയതുപോലെ ദേഷ്യമോ പരിഭവമൊന്നുമില്ല. വരാമെന്ന് ഏറ്റപ്പോൾ തന്നെ സമാധാനമായിരുന്നു അവർക്ക്. രാജി അവിടുന്ന് ഇറങ്ങി നേരെ പോയ തന്റെ വീട്ടിലേക്കായിരുന്നു. വലിയ വീടിന്റെ ഗേറ്റ് അടക്കുമ്പോൾ തന്നെ കണ്ടു പൂമുഖത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭദ്രനെ. ഗേറ്റ് അടന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവന്റെ ഗർജനം കേട്ടു. എന്റെ മുറ്റത്ത് ചവിട്ടി പോരുത്. നിന്റെ മുറ്റോ? ഏത് വകയില്? ഇത് എന്റെ തറവാടാ. നിന്റെ അച്ഛനുള്ള അതേ അവകാശവും അധികാരവും എനിക്കുണ്ട് ഈ വീട്ടില്. ആദ്യമായിട്ടാണ് അപ്പച്ചി അത്രയും ശബ്ദമെടുത്ത് സംസാരിക്കുന്ന ഭദ്രൻ കേൾക്കുന്നത്. ഗേറ്റ് മറക്കെ തുറന്നുകൊണ്ട് രാജി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. ആദ്യത്തെ പകപ്പിൽ നിന്ന് പുറത്തു വന്നാൽ അതുകൊള്ളാം. അപ്പച്ചിയും മക്കളും കരുതി കൂട്ടി തന്നെയാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതല്ലേ. മുണ്ടും മടക്കി കുത്തി അവൻ പൂമുഖപ്പടികൾ ഇറങ്ങി. ഭദ്ര, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് ഒന്നും മിണ്ടാതെ ഭയന്ന് നിന്നൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. അത് നിന്നെ പേടിച്ചിട്ടല്ല, ഞങ്ങളുടെ തല നിന്റെ കക്ഷത്തിലായതുകൊണ്ടാ. നീ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ കയറി കിടക്കാൻ ഒരു കൂരയില്ലല്ലോ എന്നതിന്റെ നിസ്സഹായാവസ്ഥയിൽ എന്നെ മോളെ പോലും കുറ്റപ്പെടുത്തി നിന്റെ തോന്നിയാസങ്ങൾ കൂട്ടിൽക്കേണ്ടി വന്നെനിക്ക്. 2 പെൺമക്കളുള്ള ഒരു അമ്മയുടെ ഗതികേട്. അതിനടുത്തേക്ക് വന്നപ്പോൾ മൂക്കിലേക്ക് മദ്യത്തിന്റെ രൂക്ഷഗന്ധം അടിച്ചു കയറി. അതൊരു പുതിയ അറിവാണല്ലോ എനിക്ക്. 2 പെൺമക്കളുള്ള അമ്മയുടെ ഗതികേട് ഇപ്പം മാറിയോ? അതോ നിങ്ങളെ 3 പേരെ ഒരുപോലെ സംരക്ഷിക്കാൻ മറ്റവൻ വന്നല്ലോ അല്ലേ? സ്വന്തം രക്തത്തെക്കാൾ നിങ്ങൾക്ക് വിശ്വാസം നസ്രാണിയാണല്ലോ. മോളെ മാത്രമല്ല അവന്റെ നോട്ടെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. വെറുതെ അല്ല, 15 ലക്ഷം ചൊള പോലെ എണ്ണി വെച്ചതവൻ. ഒരു വെടിക്കും 3 പക്ഷികളാണല്ലോ. ഭദ്രൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് രാജിയമ്മയുടെ വലതു കൈ ഉയർന്നു താഴ്ന്നവന്റെ കവിളിൽ പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം മുഴങ്ങി അവിടെ. നിന്നെ പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവനല്ല സേവി. നാക്കിനില്ലെന്നെങ്കിലും തോന്നി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ കുറെ എടുത്തു നടന്ന് ഉരുട്ടി തന്നൊക്കെ ഞാനങ്ങ് മറക്കും കേട്ടോ. അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന അഗ്നിക്ക് തന്നെ ഉടലോടെ തേപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നിപ്പോയ അവന് മുറ്റത്തെ ബഹളം കേട്ടാണ് തൊടിയിൽ നിന്ന് രാജേന്ദ്രൻ വന്ന്. കുളി കഴിഞ്ഞിറങ്ങിയ പാടെന്ന പോലെ മായാദേവി ആ സമയം അവിടേക്ക് വന്നു. അടികൊണ്ട കവിൾ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഭദ്രനും അവന് മുന്നിൽ പുകയുന്ന അഗ്നിപർവ്വതം കണക്ക് നിൽക്കുന്ന തന്റെ പെങ്ങളും രംഗം പന്തിയില്ലെന്ന് തോന്നി അവർക്ക്. എന്താ രാജി, എന്തു പറ്റി? ഇവനെ നീ തല്ലിയോ? കവിൾ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ ഓടിയിറങ്ങി വന്ന് ചോദിച്ചു മായാദേവി. തല്ലിയല്ല, കൊല്ലിയാ വേണ്ടത് ഇവനെ പോലുള്ളമാരെ.
അവന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് എന്നോടും പറഞ്ഞ നെറിയാണ്. എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനിപ്പോ എന്റെ നേർക്ക് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ഈ നാട് മുഴുവനെ കുറ്റം പറഞ്ഞിട്ട് എന്റെ മോളെ ഇവന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ. എന്നിട്ട് ഇവൻ ഇനി നിന്റെ നിഴൽ പോലോളം പിന്തുടരുത്, കേട്ടല്ലോ? ഭദ്രൻ നോക്കി ചൂണ്ടുവിരലാട്ടിക്കൊണ്ട് പറഞ്ഞവൻ. രാജി, നീ വാ, എന്താണെങ്കിലും അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. ഏട്ടൻ പറഞ്ഞപ്പോൾ രാജി വലതു കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട ഏട്ടാ, മോളുടെ കാര്യം പറയാനേ വന്ന്. ഏട്ടനും ഏട്ടത്തി അവളുടെ കാര്യത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അടുത്ത ആഴ്ച ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് പറയാനാ വന്ന്. എല്ലാം കൊണ്ട് തൃപ്തിയായി, ഞാൻ ഇറങ്ങുന്നു. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് രാജി അവിടെ നിന്ന് ഇറങ്ങി. കണ്ടില്ലേ അവിടെ ഒരു അഹങ്കാരം? മായദേവി പറഞ്ഞപ്പോൾ രാജേന്ദ്ര അവരെ ദയിപ്പിക്കുന്ന തരത്തിൽ നോക്കി. എന്നെ നോക്കണ്ട, ചെല്ല് അനിയത്തിയുടെ മോളുടെ കല്യാണം നടത്തി കൊടുക്ക്. മോനെ തല്ലിയണ്ടില്ലേ? ദേഷ്യത്തിൽ ചോദിച്ചു മായാദേവി. അതൊക്കെ വേണ്ട പോലെ ചെയ്യാൻ എനിക്കറിയാം. നിന്റെ മോന്റെ കവിളിൽ അവിടെ കൈ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട, കയറി പോയിക്കോ. അമ്മയും മോനും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ. അയാളുടെ ദേഷ്യം കണ്ടപ്പോൾ ചാടിത്തുള്ളി അകത്തേക്ക് പോയവർ ഭദ്രം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പുറത്തേക്കും. അവന്റെ ബുള്ളറ്റിൽ നിന്ന് ജോക്കുട്ടന്റെ വീട്ടിലാണ്. കട്ടിൽ ചാരിയിരിക്കുകയാണ് ജോക്കുട്ടൻ. എന്താ ഈ വഴിക്ക്? ആനയൊന്ന് ചെകഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ച് ജോക്കുട്ടൻ. എനിക്ക് അവളെ വേണം, ഇഷാനിയെ. അവിടെ വിവാഹം മുടങ്ങണം. അവൾ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. എനിക്കൊരു വഴി പറഞ്ഞു തരണം. എല്ലാ വിവരങ്ങളും അവൻ പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഭദ്രൻ. ഞാൻ ഈ അവസ്ഥയിൽ കിടന്നിട്ട് എന്ത് ചെയ്യാനാ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓഫീസിൽ ആരെങ്കിലും കൂടെ നിൽക്കാൻ പാകത്തിനുണ്ടോ? എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ ആരെങ്കിലും? ഭദ്രൻ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരാൾ മാത്രമേ അവിടെയുള്ളൂ, ജോബിൻ. ഞാൻ നമ്പർ തരാം, നേരിട്ട് പോയി കണ്ടോ. പിന്നെ പുലിവാരൊന്നും എൻ്റെ മേലേക്ക് വരരുത്, ഞാൻ ഒന്നിനുമില്ല. അവന് നമ്പർ തരാം, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിക്കുക. പറഞ്ഞുകൊണ്ട് ജോബിന്റെ നമ്പർ കൊടുത്ത് ജോക്കുട്ടൻ നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഭദ്രൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.